ഹായ് വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ വലിയ ആശങ്കയിലായിരിക്കും. കാരണം 10ാം ക്ലാസ് പോലെ തന്നെ +2 കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് വരുന്നത്. 10 കഴിഞ്ഞാൽ തന്നെ നമ്മൾ +2വിന് ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം, സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, അതല്ല കൊമേഴ്സിലേക്കാണോ, അല്ലേ? ഒരു കാലത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നീറ്റ് ജെയിലേക്കുള്ള വലിയൊരു കുത്തൊഴുക്ക് അത് പതിയെ പതിയെ കുറഞ്ഞ് CA CMA അങ്ങനെ പോകുന്ന അല്ലേ ഒരു ട്രെൻഡ്. ഇനി എത്ര കാലം ഈ ഒരു ട്രെൻഡിൻ്റെ പിന്നിൽ പോകാൻ പറ്റും? അതല്ലെങ്കിൽ നമ്മളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ പരസ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ട്രെൻഡ് മാറുന്ന ഒരു കാലമാണ്. അപ്പോൾ പലതരം കോഴ്സിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ +2 കഴിഞ്ഞ് എന്ത് സെലക്ട് ചെയ്യണം? നീറ്റ് JEE വേണോ, അതല്ല CA CMA എടുക്കണോ? അപ്പോൾ ഇതിൽ നീറ്റ് JEEക്ക് പോയവർ പിന്നീട് ഇപ്പോൾ നമുക്കറിയാം അവരുടെ അവസ്ഥ. എത്ര ആളുകളാണ് ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നവർ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത്? വലിയൊരു ചോദ്യം തന്നെയാണ്. നീറ്റിന് വേണ്ടിയിട്ട് 1 വർഷം അതല്ല 2 വർഷം പഠിച്ചു കിട്ടാത്തവർ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വലിയൊരു ചോദ്യമാണ്. ഇനി ഇപ്പോൾ ട്രെൻഡ് മാറി CA CMAയിലേക്ക് പോകുന്നു, അതല്ല മറ്റുള്ള കോഴ്സുകളിലേക്ക്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ്? ഈ കോഴ്സിൻ്റെ എത്രത്തോളം പഠിക്കണം, ഇത് പഠിച്ച് നമുക്കുള്ള ജോലി സാധ്യത, എപ്പോഴും ആ ഒരു സ്വപ്നത്തിലേക്കാണ് കുട്ടികൾ ആലോചിക്കുക. നമുക്ക് നമ്മുടെ കഴിവുകൾ ഇത്രയും കാലം നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചത് +1 +2ലൊക്കെ പഠിച്ച അനുഭവം വെച്ചിട്ട് നമ്മുടെ കപ്പാസിറ്റി എത്രയാണ്, ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ +2ന് ശേഷം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ. പുതിയ കാലത്ത് IT ഫീൽഡ് നമുക്കറിയാം, ഡിജിറ്റൽ അതുപോലെ സോഷ്യൽ മീഡിയ, ഇതിൻ്റെയൊക്കെ ആ ഫീൽഡിൽ വലിയ മാറ്റങ്ങളുണ്ടായി. AI വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവന്നു. സോ ആ മേഖലയിൽ ഒരുപാട് പുതിയ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം കൺഫ്യൂഷനൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് NEP 2020 നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല അപ്ഡേഷൻസ് നടക്കാറുണ്ട്. അവസാനമായിട്ട് നമ്മുടെ 21st സെഞ്ച്വറിയുടെ അതായത് 21ാം നൂറ്റാണ്ടിൻ്റെ സ്കില്ലുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഴയ ട്രഡീഷണൽ രീതിയിലുള്ള പഠനങ്ങൾ മാറി പുതിയ സ്കില്ലുകൾ ആർജിച്ചെടുത്താൽ മാത്രമേ പുതിയ നൂറ്റാണ്ടിൽ ഇവിടുത്തെ യുവാക്കൾക്ക് ജീവിക്കാൻ പറ്റൂ. ജോലിയുള്ള ഒരു ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് ജോലി കിട്ടണമെന്നില്ല. സോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു പുതിയ കോഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നേരത്തെ തുടങ്ങി ഈ 21st സെഞ്ച്വറിയുടെ ഭാഗമായിട്ട് അതിൻ്റെ സ്കില്ല് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, NEP 2020 പ്രകാരം വരാൻ പോകുന്ന നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ ടീച്ചിങ് മേഖലയിലും വലിയ മാറ്റങ്ങൾ വന്നു. നിലവിൽ ഒരു ടീച്ചറാകാൻ നമ്മൾ +2 കഴിഞ്ഞ് അതല്ലേ DLED കോഴ്സിന് ചേരുന്ന, അതല്ലെങ്കിൽ ഡിഗ്രി പഠിച്ച് BEdന് ജോയിൻ ചെയ്തിട്ട് ടീച്ചറാകുന്ന സിസ്റ്റമാണ് നിലവിൽ റൺ ചെയ്യുന്നത്. എന്നാൽ റീസെൻ്റായി ഒരു 3-4 വർഷമായി ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും +2വിനെ കുറിച്ച് ആലോചിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കോളേജുകളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ മൊത്തം ഇന്ത്യ ആകമാനം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ +2 കഴിഞ്ഞ് ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതായത് നമ്മളൊരു ടീച്ചറാവാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും കോഴ്സ് എടുത്താൽ പുതിയ കാലത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തോട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് പ്രത്യേകത? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് ടീച്ചിങ് മേഖല എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഞാൻ ക്ലാസ് എടുക്കുന്നത് പോലും ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ്. എൻ്റെ മുമ്പിൽ ഒരു ക്യാമറയുണ്ട്, അതുപോലെ തന്നെ ഞാൻ എഴുതുന്നത് പെൻ ടാബ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലോടൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ടീച്ചിങ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ടീച്ചർ ഒരു ക്ലാസ് മുറിയിൽ നിന്ന് ഒരു ടീച്ചറുടെ ലോകം മാറിയത് നമ്മുടെ കുട്ടികൾ അറിഞ്ഞാൽ മാത്രമേ ഭാവിയിൽ ഏറ്റവും മികച്ച ടീച്ചറാവാൻ അവർക്ക് സാധിക്കൂ. മാത്രമല്ല, നമ്മൾ കാണാപ്പാഠം പഠിച്ച് ഒരു കോമ്പറ്റീഷൻ, വെറും ഒരു കോമ്പറ്റീഷൻ എന്ന നിലക്കുള്ള പഠനം മാത്രം നടത്തി നമ്മൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ നേരിടുന്ന അല്ലെങ്കിൽ ആ ടീച്ചർ നേരിടുന്ന വെല്ലുവിളി പുതിയ കാലഘട്ടത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്.
സോ നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ സ്കൂളുകളുടെ സിറ്റുവേഷൻ അല്ലേ? സാധാരണ സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് പുതിയ ടെക്നോളജി യൂസ് ചെയ്ത് ഏറ്റവും മികച്ച അധ്യാപകരുള്ള, മികച്ച സാലറി കൊടുക്കുന്ന പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികളുടെ അവിടെ എത്ര പണം കൊടുത്തിട്ടും രക്ഷിതാക്കൾ അവരെ എന്ത് ചെയ്യുന്നു? അത്തരം സ്കൂളുകളിലേക്ക് ചേർക്കുന്നു. എന്തുകൊണ്ട്? കുട്ടികൾ ഏറ്റവും മികച്ച അധ്യാപനം അല്ലെങ്കിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് രക്ഷിതാക്കൾ അവിടെ ചേർക്കുന്നത്. സോ പുതിയ കാലഘട്ടത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല, ഓൺലൈനിലെ ലോകം മൊത്തം വ്യാപിച്ചിരിക്കുന്ന ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് നമ്മുടെ ടീച്ചർമാരെ പ്രാപ്തരാക്കാൻ, സ്മാർട്ട് ബോർഡ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ടീച്ചർമാരെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഏറ്റവും മികച്ച ഏത് പുതിയ ടെക്നോളജി വന്നാലും ആദ്യം അത് മനസ്സിലാക്കി കുട്ടികൾക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ടീച്ചർമാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് പുതിയ രീതിയിലുള്ള ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ സംവിധാനം തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ പേരാണ് ITEP അല്ലേ? ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. സോ ഈ പ്രോഗ്രാം ഇന്ത്യയിൽ 4 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഇത് നൽകുന്ന കോളേജുകൾ, അതുപോലെ തന്നെ ഇതിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ITEP കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു എക്സാമാണ് NCET, നാഷണൽ കോമൺ എൻട്രൻസ് എക്സാം അല്ലേ? എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഈ ഒരു ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു കുട്ടി വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഞാൻ +2 കഴിഞ്ഞു, ഇനി ITEP കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വളരെ ദയനീയമായി എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഇതിൻ്റെ എക്സാം നേരത്തെ കഴിഞ്ഞു പോയി. എന്നാൽ ഇവർ ഇതിനെക്കുറിച്ച് അറിയുക പോലുമില്ല. +2ൻ്റെ എക്സാം കഴിഞ്ഞ് പിന്നീടാണ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് നീറ്റ്, JEE അല്ലെ CA-CMA അതല്ലെങ്കിൽ ടീച്ചിങ് അല്ലെ എങ്ങനെ ഒരു ടീച്ചറാവാം, അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനായിട്ട് ITEP മാറിയപ്പോൾ ആ ITEPൽ ജോയിൻ ചെയ്യാൻ ഇവർ NCET എക്സാം എഴുതിയിട്ടില്ല. സോ നമ്മുടെ കുട്ടികളൊക്കെ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. നമുക്ക് ഭാവിയിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സ് കറക്റ്റ് സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് അവബോധമില്ലെങ്കിൽ, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതിനെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ, സമയം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും മികച്ചൊരു സമയം ഒരു 1 ഇയർ, ഇനി അടുത്ത പ്രാവശ്യം അത് എഴുതി വീണ്ടും ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് മുമ്പിൽ ഏറ്റവും വിലപ്പെട്ട 1 ഇയർ നഷ്ടപ്പെടുന്നു. സോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഈ ഒരു പ്രശ്നം പലപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമായിരിക്കും. നമ്മളോട് പല വിദ്യാർത്ഥികളും പറഞ്ഞൊരു പ്രോബ്ലം, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ എന്താണ് NCET, അതിൻ്റെ പ്രാധാന്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഈ എക്സാം എഴുതിയാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാം. സോ ITEP ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇത് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് 4 വർഷം കൊണ്ട് B.Ed എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ, നമുക്ക് ടീച്ചർ ആവാനുള്ള ഒരു യോഗ്യതയാണ് B.Ed. അതിന് കൂടെ തന്നെ, അതായത് ഡിഗ്രിക്ക് കൂടെയാണ് സാധാരണ ഇപ്പോൾ B.Ed ചെയ്യുന്നത്. സോ നമുക്കൊരു ഡിഗ്രിയും കൂടെ B.Edഉം ഒരുമിച്ച് ലഭിക്കുന്ന, അതും വെറും 4 വർഷം കൊണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് 3 വർഷത്തെ ഡിഗ്രി, 2 വർഷത്തെ B.Ed, 5 വർഷം. എന്നാൽ 4 വർഷം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയാലോ? അതുമാത്രമല്ല, പഴയ രീതിയിലുള്ള ആ റോട്ട് മെമ്മറൈസേഷൻ അല്ലേ, കാണാപ്പാഠം പഠിച്ച് പഴയ കരിക്കുലത്തിലുള്ള നമ്മൾ ചാർട്ടും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ സ്കെച്ചൊക്കെ ഉപയോഗിച്ച് അത് വേണ്ട എന്നല്ല, അതിന് പുറമെ നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് എവിടെയാണ്? സോഷ്യൽ മീഡിയയിലാണ്, അവർ ഡിജിറ്റൽ വേൾഡിലാണ്. സോ ആ കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചർമാർ എത്രത്തോളം എത്രത്തോളം തയ്യാറെടുപ്പ് നടത്തണം. സോ ഇതിനൊക്കെ യോഗ്യത ഉണ്ടാക്കുന്ന, ഇതിനൊക്കെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് ITEPലൂടെ അവർക്ക് ലഭിക്കുന്നത്. സോ പുതിയ കാലത്തെ വെല്ലുവിളികളെ ഏറ്റവും എളുപ്പത്തിൽ നേരിടാൻ, അല്ലെങ്കിൽ വളരെ സിമ്പിളായി നേരിടാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. സോ 4 വർഷം കൊണ്ട് ഡിഗ്രിയും B.Edഉം ലഭിക്കുന്ന കോഴ്സാണ് ITEP. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NCET എന്നുള്ള ഒരു ദേശീയ തലത്തിൽ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം 2025-26 നടന്നു. ഇനി 2027 നടക്കാൻ പോകുന്നത്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ +2 നിങ്ങൾ +2 എക്സാമിന് ശേഷമാണ് ഈ പരീക്ഷ നടക്കുന്നത്. പക്ഷേ
ഇതിൻ്റെ മത്സരം, അതായത് 4 വർഷം കൊണ്ട് ടീച്ചറാവാം എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് നേരത്തെ പ്രിപ്പറേഷൻ ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ NIT IIT പോലെയുള്ള ഏറ്റവും മികച്ച പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരെ ഈ കോഴ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, NITയിൽ നിന്ന് നിങ്ങളൊരു ഐടപ്പ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളെ ആളുകൾ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ആക്സെപ്റ്റൻസ്, നിങ്ങൾക്ക് ആ ഒരു എക്സ്പോഷറിൽ നിന്നായിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകുക. സോ നിങ്ങൾക്ക് അത്രയും മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പോഷർ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും. പുതിയ ഏത് ഫീൽഡിലേക്ക് നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾക്ക് അവിടെ ഒന്നാമനാകാൻ, ഏറ്റവും അവിടുത്തെ ടോപ്പർ ആവാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ മെച്ചം. സോ ഇന്ത്യയിലെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IITയിലും NITയിലും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ ചില ആളുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ചിലപ്പോൾ എന്താ പറയുക, എൻജിനീയറിങ് അതുപോലെ മറ്റുള്ള ഫീൽഡിനാണ് മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ ഇമ്പോർട്ടൻസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ടീച്ചിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ്. അങ്ങനെയൊക്കെ പല രീതിയിൽ ആളുകൾ നോക്കാറുണ്ട്. ഏതായാലും നമുക്ക് ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഐടപ്പ് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം. സോ നമുക്ക് എങ്ങനെയാണ് NCT എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് അത് നോക്കാം. നമ്മൾ +2 പഠിക്കുന്ന, അതായത് +2 നമ്മൾ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ അല്ലെ മറ്റുള്ള ഈ കമ്പ്യൂട്ടർ സയൻസോ ഇങ്ങനെയുള്ള സ്ട്രീമുകളിലാണ് നമ്മൾ ജോയിൻ ചെയ്യാറുള്ളത്. സോ നിങ്ങൾ +2 കഴിഞ്ഞ് ഐടപ്പിന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് BSc B.Ed, BSc എന്ന് പറഞ്ഞാൽ BSc ആ സയൻസ് ഫീൽഡിലുള്ള ഒരു ഡിഗ്രിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് B.Ed ലഭിക്കും. അതല്ല, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളാണ് സെലക്ട് ചെയ്യുന്നത്, BA B.Ed. ഇപ്പോൾ ഹിസ്റ്ററി ഡിഗ്രി അല്ലേ, ഹിസ്റ്ററി പോലെയുള്ള, ഇപ്പോൾ നമുക്കറിയാം ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് 4 വർഷമാണ്. അത് മൾട്ടിപ്പിൾ അല്ലേ, മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റ്, ആ ഒരു ഫീൽഡിലാണ് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഡിഗ്രിയാണ്. മേജർ സബ്ജക്റ്റുകളും മൈനർ സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ BSc അതുപോലെ തന്നെ BA B.Ed അതുപോലെ തന്നെ മറ്റൊരു B.Ed വരുന്നത് BCom B.Ed. നിങ്ങൾ കൊമേഴ്സ് ഫീൽഡിലാണ് നിങ്ങൾക്ക് ഡിഗ്രി താല്പര്യം, എന്നാൽ BCom B.Ed കൂടി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഐടപ്പിൽ ലഭിക്കും. സോ നിങ്ങൾ +2 പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ ഒരു +2 സയൻസ് എടുത്ത ആളാണ്, ഡിഗ്രിക്ക് BSc കെമിസ്ട്രിയോ ഫിസിക്സോ അതല്ല ഇനി മാത്തമാറ്റിക്സ് ആണെങ്കിലും ആ ഫീൽഡിൽ വരിക കേട്ടോ, മാത്തമാറ്റിക്സോ മേജറായിട്ട് എടുത്ത് അതിൻ്റെ B.Ed കൂടി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 പഠിക്കുന്ന സബ്ജക്റ്റ് ആ സബ്ജക്റ്റുകൾക്ക് കൂടെ കുറച്ച് സബ്ജക്റ്റ് കൂടി ചേർന്ന് പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ എക്സാം ചെയ്യാൻ പറ്റും, അതായത് NCT എക്സാം എഴുതാൻ പറ്റും. എന്നാൽ നമ്മൾ പറഞ്ഞു ഇത് എല്ലാ മേഖലയിലും കോമ്പറ്റീഷൻ വളരുന്നത് കൊണ്ട് നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് NCT എക്സാമിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണെങ്കിൽ നമ്മളെ +2 പഠനത്തെ അത് സഹായിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ NCT എക്സാമിനെയും ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ +2 കഴിഞ്ഞ് ഈ എക്സാമിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം +2ൻ്റെ സമയത്ത് തന്നെ ആലോചിക്കുകയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഏറ്റവും മികച്ച റാങ്ക് കരസ്ഥമാക്കാൻ പറ്റും. ഏറ്റവും മികച്ച റാങ്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഏത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാനുള്ള ആ ഏത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാനും അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഇതിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതായത് നമ്മൾ +2 പഠിക്കുന്ന, അതല്ലെങ്കിൽ നമുക്ക് +2 പഠിക്കുന്ന തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് NCT എക്സാമിന് 3 ഡൊമൈൻ സബ്ജക്റ്റുകളുണ്ട്. ഡൊമൈൻ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ BSc B.Ed ആണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു BSc B.Edന് വേണ്ടിയിട്ട് നമ്മൾ എഴുതേണ്ട കുറച്ച് ടോപ്പിക്സുകളുണ്ട്. അതായത് സയൻസുമായി ബന്ധപ്പെട്ടത് കെമിസ്ട്രി, ഫിസിക്സ്, നമ്മുടെ മാത്തമാറ്റിക്സ്, ബയോളജി നമ്മൾ സുവോളജി എന്നൊക്കെ പറയില്ലേ, പല ഫീൽഡിലുള്ള ആളുകൾക്ക് എഴുതാം. സോ ഇത്തരം സബ്ജക്റ്റുകളാണ് ഡൊമൈൻ സബ്ജക്റ്റുകൾ എന്ന് പറയാം. അതേ സമയത്ത് നമ്മൾ BA B.Ed ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ട ഡൊമൈൻ സബ്ജക്റ്റുകൾ പൊളിറ്റിക്സ് എഴുതാം, എക്കണോമിക്സ് എഴുതാം, ഹിസ്റ്ററി എഴുതാം, സോഷ്യോളജി എഴുതാം. ഇത്തരം സബ്ജക്റ്റുകളൊക്കെ നമുക്കതിൽ ഓപ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ കൊമേഴ്സ് BCom B.Ed ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എക്കണോമിക്സ് എഴുതാം, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ NCT എക്സാമിന് ചെയ്യാം. അപ്പോൾ 3 ഡൊമൈൻ സബ്ജക്റ്റുകൾ നമുക്ക് NCT എക്സാമിന് എഴുതാനുണ്ടാകും. അതിനു പുറമെ നമുക്ക് 2 ലാംഗ്വേജ്
ലാംഗ്വേജ് സാധാരണ നമ്മൾ മലയാളികളാകുമ്പോൾ ഒന്ന് മലയാളം സെലക്ട് ചെയ്യാറുണ്ട്, മറ്റൊന്ന് ഇംഗ്ലീഷ്. ചില ആളുകൾ ഹിന്ദി സെലക്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ ലാംഗ്വേജിലുള്ള ഫ്ലുവൻസി അല്ലെങ്കിൽ അതിന് കോംപ്രഹെൻഷൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷും നന്നായിട്ട് വഴങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. ചില ആളുകൾ ഹിന്ദി അറിയുന്നത് കൊണ്ട് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ എന്താ ചെയ്യുക അറിയോ? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മലയാളമാണോ എനിക്ക് ചെയ്യാൻ പറ്റുക, ഇനി ഹിന്ദിയാണോ ചെയ്യാൻ പറ്റുക, അതല്ല ഇംഗ്ലീഷാണോ അല്ല അറബിക്കാണോ, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുക. അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവും. കാരണം ഇതിലൊക്കെയുള്ള മാർക്കുകൾ നമുക്ക് എക്സാമിൻ്റെ ടോട്ടൽ മാർക്കിനെ സ്വാധീനിക്കും. അതാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ 2 ലാംഗ്വേജ് സബ്ജക്റ്റ്. പിന്നെ നിങ്ങൾക്ക് വരുന്നത് ടോട്ടൽ ഇപ്പോൾ 5 എണ്ണമായി കേട്ടോ. ഇനി ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ടോപ്പിക് ആണെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് GK, മെൻ്റൽ എബിലിറ്റി, അല്ലേ, ഇങ്ങനെയുള്ള കുറേ ലോജിക്കൽ റീസണിങ്, ഇങ്ങനെ ന്യൂമറിക്കൽ എബിലിറ്റി എന്നൊക്കെ പറയാറില്ലേ, ഇതൊക്കെ ഉൾപ്പെട്ടതാണ് നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് കറണ്ട് അഫയേഴ്സ് നമ്മളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ ഒരു ദിവസം പഠിച്ചാലൊന്നും ഈ കറണ്ട് അഫയേഴ്സ് തലയിൽ പോവില്ല. കാരണം ഈ 2027 ഒരു എക്സാം നടക്കുകയാണെങ്കിൽ 2026 2025 കറണ്ട് അഫയേഴ്സ് ചോദിക്കും. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഇപ്പോൾ 2026 എക്സാം നടന്നപ്പോൾ അതിൽ ചോദിച്ച ചോദ്യങ്ങൾ 2024 2025 സോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ 1 ഇയറിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക. നമ്മൾ നേരത്തെ ഇതിൻ്റെ കുറിച്ച് പഠിച്ച് പതിയെ കൊണ്ടുപോയാൽ എക്സാമിനോടനുബന്ധിച്ച് നമുക്ക് കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ അത് നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം ആ സമയത്ത് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്താൽ ഒരിക്കലും നമുക്ക് ആ മാർക്ക് കിട്ടൂല. നമുക്ക് വളരെ കുറഞ്ഞ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അതിന് സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു രീതി, ആ രീതി നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ എക്സാം ഏറ്റവും നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെയാണ് മെൻ്റൽ എബിലിറ്റി. നമ്മൾ ഇപ്പോൾ നമ്മുടെ +2-നൊന്നും പഠിക്കാത്ത ചില ഏരിയകളുണ്ടാവും. മെൻ്റൽ എബിലിറ്റിയും ലോജിക്കൽ റീസണിങ്ങും ഒക്കെ, അതൊക്കെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രാക്ടീസിലൂടെയാണ്. പ്രാക്ടീസ് ചെയ്യണം, നമുക്ക് സമയം വേണമെങ്കിൽ നമ്മൾ അത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സോ അവിടെ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പ്രത്യേകത അതാണ്. GK ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ഏരിയകളുണ്ട്. സോ അത് കവർ ചെയ്താൽ പല യൂണിവേഴ്സിറ്റിയിലും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിർബന്ധമായി എഴുതിയാൽ മാത്രമേ, അത് നിർബന്ധമായിട്ട് എഴുതണം, അതിൻ്റെ മാർക്കിന് വെയിറ്റേജ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലും കാണാൻ പറ്റും. അടുത്തതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മളൊരു ടീച്ചർ ആകാൻ പോവല്ലേ, അപ്പോൾ അതെന്ത് ചെയ്യണം? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എഴുതണം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എന്താണ് ചോദിക്കുന്നത്? നമ്മളിപ്പോൾ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഒരു സിലബസ് ആയിരുന്നു, കഴിഞ്ഞ വർഷം പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണമെങ്കിൽ ഇതിനെ റിസർച്ച് ചെയ്ത് എന്താണ് ക്വസ്റ്റ്യൻസ്, എന്താണ് സിലബസ്, ഇതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. നമുക്ക് വളരെ വലിയ സന്തോഷം ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം 2026 നടന്ന ഈ എക്സാമിനാണ് ഈ സിലബസ് മാറിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത അതേ കണ്ടന്റ് തന്നെയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. പലരും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പല കാറ്ററ്റ് പോലെയുള്ള CTET എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന, നെറ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷെ നമ്മുടെ അതായത് NCT എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് റിസർച്ച് ചെയ്തു. അതാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തത്. അവർ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ ഏരിയകൾ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ +2 പഠിക്കാനുണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു ½ അവർ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ പതിയെ നമുക്കിത് ഡെവലപ്പ് ചെയ്യാം. മാത്രമല്ല നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് നമ്മുടെ +2-നെ കൂടി ഹെൽപ്പ് ചെയ്യും. കാരണം +2-ൻ്റെ ഡൊമൈൻസ് അല്ല നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാ പഠിക്കുന്ന രീതി അതിൻ്റെ വേറൊരു മെത്തേഡിലൂടെ നമ്മൾ ഈ ഡൊമൈൻസ് പഠിക്കുന്നത്, അതായത് NCT എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ഓറിയൻറ്റഡ് സ്റ്റഡി. രണ്ടും നടത്തുന്ന സമയത്ത് നമ്മളുടെ കൺസെപ്റ്റ്
അല്ലേ നമ്മുടെ കൺസെപ്റ്റിന് ക്ലാരിറ്റി കൂടുക എന്നുള്ളത്. എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെയാണ് കാണാപാഠം പഠിച്ച് എഴുതുന്നത് രീതി. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കൺസെപ്റ്റിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. നാല് ഓപ്ഷൻസ് തരും. ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ്, ഏതാണ് കറക്റ്റ് ആൻസർ. ഈ 4 ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ക്ലാരിറ്റിയോടെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് മുന്നോട്ട് പോയി. മറ്റുള്ളപ്പോൾ നമുക്കറിയാലോ, കേരളത്തിലൊക്കെ JEE നീറ്റ് എക്സാമിന് വേണ്ടി കുട്ടികൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്താണ്? അവർ +2 വരെ പഠിക്കുന്ന ആ റോഡ് മെമ്മറൈസേഷനിൽ നിന്ന് മാറി ക്ലാരിറ്റി ഉള്ള അല്ലെ കൺസെപ്റ്റ് ക്ലാരിറ്റിയോടെ പഠിക്കാൻ വേണ്ടി എടുക്കുന്ന സമയമാണ്. സോ നമ്മൾ NCT എക്സാമിനും പ്രിപ്പയർഡ് ആയിട്ട് ഒരു മികച്ച പഠന രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എക്സാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം. സോ ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്കറിയാം. ITEP എന്നുള്ള ഒരു കോഴ്സ് പുതിയ, ഞാൻ പറഞ്ഞില്ല 21st സെഞ്ച്വറി 21ാം നൂറ്റാണ്ടിൻ്റെ സ്കില്ലുകൾ, പ്രോബ്ലം സോൾവിങ് അല്ലേ. പ്രോബ്ലം സോൾവിങ് എന്നുള്ളത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രോബ്ലം സോൾവിങ്, നമുക്ക് റോഡ് മെമ്മറൈസേഷൻ കാണാപ്പാഠം പഠിച്ച് ഒരു ജോലി കിട്ടുക എന്നോ ഈ കാലത്ത് ഒരിക്കലും നടക്കില്ല. ഇന്ത്യയിലുള്ള യുവാക്കളുടെ എത്രത്തോളം അവർക്കൊക്കെ എംപ്ലോയ്മെൻ്റ് ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത്രയും യുവാക്കൾ എന്തില്ല, ജോലിയില്ലാതെ നടക്കുകയാണ്. സോ ഈ സ്കില്ലുകൾ നമ്മൾ വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് പുതിയ നൂറ്റാണ്ടിൽ 21ാം നൂറ്റാണ്ടിൽ നമ്മുടെ ജോലി സാധ്യത കൂടൂ അല്ലേ. ഒരു നമ്പർ എത്ര അല്ലേ നമ്മൾ പറയില്ലേ, അപ്പോൾ 10,000 ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന, ലക്ഷങ്ങളും കോടികളും സാലറി വാങ്ങുന്ന അധ്യാപകർ ഇന്ന് ലോകത്തുണ്ട് അല്ലെ, ഇന്ത്യയിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. എന്താണ് ഇവരുടെ അധ്യാപനത്തിൻ്റെ പ്രത്യേകത? അത്രയും സ്കിൽഫുള്ളായ അധ്യാപകരാണത്. അങ്ങനെ സ്കിൽഫുള്ളായ അധ്യാപകരാവണമെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഏറ്റവും മികച്ച കരിക്കുലത്തിൽ അവർ പഠിക്കണം. അത് മികച്ച അറ്റ്മോസ്ഫിയറിൽ നിന്ന്, മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. സോ ഇതെല്ലാം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ഒരു കോഴ്സാണ് ITEP കോഴ്സിലൂടെ അവർക്ക് ലഭിക്കുന്നത്. സോ നമ്മുടെ NCET എക്സാം എഴുതിയാലാണ് ITEP കോഴ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.